ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു KA ഫോക്കസ്. ഇന്ന് നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. മാത്സിന് മെയിനായിട്ട് 5 ചാപ്റ്റേഴ്സാണ് കാണാൻ പോസിബിലിറ്റി ഉള്ളത്. ചിലപ്പോൾ ഒരു ചാപ്റ്ററോ എല്ലാം ഒക്കെ കൂടിയേക്കാം. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആയിരിക്കും നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ ഒരു ചാപ്റ്ററും കൂടി അല്ലെങ്കിൽ ഒരു പകുതി എങ്ങാനൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കാം. അതുപോലെ കെമിസ്ട്രിക്കകത്ത് 4 ചാപ്റ്ററാണ്. സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D&F ബ്ലോക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സിലേക്ക് വരുമ്പം അവിടെയും നമുക്ക് 4 ചാപ്റ്ററാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ദെൻ കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്. അപ്പോൾ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കേ, 4 4 5 അല്ലേ? എത്രയായി? ഒരു 13 ചാപ്റ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിന്ന് നമുക്കൊരു 13 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ബയോളജിയിൽ നിന്ന് നമുക്കൊരു 5 ചാപ്റ്റേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ബോട്ടണിയിൽ നിന്ന് 2ഉം സുവോളജിയിൽ നിന്ന് 3ഉം ആയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്രയാണ് ഉള്ളത് പഠിക്കാനായിട്ട്? 5 + 4 + 4 + 5 വരുമ്പോഴത്തേക്കും 18 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ലാംഗ്വേജ് ഞാൻ കൂട്ടിയിട്ടില്ല, സബ്ജക്റ്റ് മാത്രമാണ് പറയുന്നത്. ഇനി ബയോ അല്ലെങ്കിൽ എന്ത് കാണാം? കമ്പ്യൂട്ടർ ആയിരിക്കും കാണുന്നത്. ഇനി ചിലർക്ക് മാത്സ് ഓപ്ഷൻ കാണത്തില്ല, അതിന് പകരം സൈക്കോളജി ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ സ്പെഷ്യൽ സബ്ജക്റ്റ് അല്ലാതെ വരുന്നത് അതായിരിക്കും കാണുന്നത്. എന്നാൽ അതിനകത്ത് നിന്നാണെങ്കിലും ഏകദേശം ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ തന്നെ കാണാൻ സാധ്യതയുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ ഏത് ഓപ്ഷനിൽ തന്നെ ആണെങ്കിലും നിങ്ങൾ ഏത് ചോയ്സ് അല്ലെങ്കിൽ ഏത് കോമ്പിനേഷന് വരുന്നവരാണെങ്കിലും ഒരു 18 ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കാനായിട്ടുണ്ടാവുക. 18 or 19 ചാപ്റ്റേഴ്സ്, അതിനപ്പുറത്തേക്ക് എന്തായാലും പോകില്ല. ഇനി നമുക്കറിയാം നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, 10th സാറ്റർഡേ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എത്ര ഹോളിഡേയ്സ്, നമുക്ക് എത്ര ദിവസം നമുക്ക് പഠിക്കാൻ കിട്ടും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഇതിപ്പോൾ ഈ ഓഗസ്റ്റിൽ 10th സെക്കൻഡ് സാറ്റർഡേ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 4 സാറ്റർഡേയ്സ് നമുക്ക് ഈ മന്തിൽ നമുക്ക് കിട്ടും. അതായത് 10th സെക്കൻഡ് സാറ്റർഡേ വരും, 17th ഉണ്ട്, 24th ഉണ്ട്, 31st ഉണ്ട്. ഇത് ഇത്രയും നമുക്ക് സാറ്റർഡേയ്സ് ആണ്. ഇനി സൺഡേസിൻ്റെ ലിസ്റ്റ് എടുത്താലോ? 11, 18, 25 ഈ 3 ഡേറ്റ് നമുക്ക് വരുന്നത് സൺഡേസിലാണ്. ഇത് കൂടാതെ നമുക്കൊരു 4 ഹോളിഡേയ്സ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. കലണ്ടർ ഒന്ന് നോക്കിയാൽ മതി. ഒരു 4 ഹോളിഡേയ്സും കൂടി നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നോക്കിക്കേ, 4 സാറ്റർഡേ, 3 സൺഡേ, 4 ഹോളിഡേയ്സ്. ടോട്ടൽ നമുക്ക് എത്ര ദിവസം കിട്ടും? 11 ദിവസം നമുക്ക് കിട്ടും. ശരിയാണോ? ഒരു 11 ദിവസം നമുക്ക് കിട്ടത്തില്ലേ? പോട്ടെ, ഈ സാറ്റർഡേസിൻ്റെ അകത്ത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സാറ്റർഡേ നമുക്ക് സ്കൂളിൽ വർക്കിംഗ് ഡേ വരാം, സ്പെഷ്യൽ ക്ലാസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവർ കാണും, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു 2 ദിവസം നമുക്ക് കട്ട് ചെയ്യാം. 2 ദിവസം കട്ട് ചെയ്താലും ബാക്കി നമുക്ക് എത്ര ദിവസം കിട്ടും? 9 ദിവസം നമുക്ക് കിട്ടും. ശരിയാണോ? ഈ 11ന് 2 പോയാലും നമുക്ക് ബാക്കി 9 ദിവസം കിട്ടും. ഈ 9 ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ 2 ചാപ്റ്റർ വെച്ച് പഠിക്കുവാണെങ്കിൽ ഈ 9 ദിവസം കൊണ്ട് നമുക്ക് 18 ചാപ്റ്റർ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ലേ? ജസ്റ്റ് നോക്കിക്കേ, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ദിവസം 2 ചാപ്റ്റർ പഠിക്കുക. ഏത് സബ്ജക്റ്റിനെ ആയിക്കോട്ടെ, ഇന്ന സബ്ജക്റ്റ് എന്നൊന്നും വേണ്ട, ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും ആയിക്കോട്ടെ. ലാംഗ്വേജ് കൂട്ടിയിട്ടില്ല, ഞാൻ ലാംഗ്വേജ് കൂട്ടാതെയാണ് ഈ പറയുന്നത്. സബ്ജക്റ്റിൽ നമ്മൾ ഒരു ദിവസം ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ 2 ചാപ്റ്റർ വെച്ച് തീർക്കുന്നു. സെയിം സബ്ജക്റ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഫിസിക്സിലെ 2 ചാപ്റ്റർ ഒന്നോ കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ ഒന്നോ അങ്ങനെ പറയുന്നില്ല. ഫിസിക്സിലെ 1, മാത്സിലെ 1, അല്ലെങ്കിൽ ബയോളജി 1, കെമിസ്ട്രി 1, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു ചാപ്റ്ററിൽ ഒരു സബ്ജക്റ്റിൽ 1 ചാപ്റ്റർ വെച്ച് ഒരു ദിവസം 2 ചാപ്റ്റർ തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 9 ദിവസം കൊണ്ട് 18 ചാപ്റ്റർ നമുക്ക് തീരില്ലേ? ഇനി നോക്കിക്കേ, ഇത് കൂടാതെ നമുക്കൊരു 3 വീക്ക് ഡേയ്സും കൂടി നമുക്ക് ഇതിനിടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീക്ക് ഡേയ്സ് നമുക്ക് എക്സ്ട്രാ ടൈം അല്ലേ പിന്നെയും നമുക്ക് റിവൈസ് ചെയ്യാനോ, പെൻഡിങ് ഉള്ള ടോപ്പിക്സ് തീർക്കാനോ, ലാംഗ്വേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനോ, ഇതിനെല്ലാം, അല്ലെങ്കിൽ പഠിച്ചത് തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാനോ, ഒന്ന് റിവൈസ് ചെയ്യാനോ, എല്ലാത്തിനും നമുക്ക് എക്സ്ട്രാ ടൈമും കൂടി നമുക്ക് കിട്ടുന്നില്ലേ ഈ 3 വീക്ക് ഡേയ്സിൽ? അപ്പോൾ നോക്കിക്കേ, ഓണം എക്സാമിന് പഠിക്കാൻ നമുക്കിനി എന്തോരം ഇനി സമയമുണ്ട്.
ഓണം എക്സാം സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്, 4th നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 4th എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോ ആണെങ്കിലും സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര ദിവസം നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഹോളിഡേയ്സ് മാത്രമായിട്ട്, വീക്ക് ഡേയ്സ് കൂട്ടാതെ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡേ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തു. ഓഗസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡേ പ്ലാനിൽ വരുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു ടൈം ടേബിൾ നോക്കാം. നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല. അതുപോലെ ഈ സബ്ജക്ട്സ് ഞാൻ എഴുതിയിരിക്കുന്നത് റഫായിട്ട് എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് ടൈം ചേഞ്ച് ചെയ്തോളൂ, സബ്ജക്റ്റും ചേഞ്ച് ചെയ്തോളൂ, ഞാൻ അതേ പറയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും. ചിലർക്ക് ടഫ് തോന്നുന്നത് വേറൊരാൾക്ക് ടഫ് ആകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് വരുന്നത് ഏതാണോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പഠിച്ചാലും മറന്നു പോകുന്നത് ഏതാണോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളത് സെറ്റ് ചെയ്തോളൂ. എങ്കിലും ഞാനൊന്ന് റഫായിട്ട് ഞാനൊന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നോക്കിയ ടൈം രാവിലെ ഒരു 6 മണിക്ക് പഠിക്കാനിരിക്കാൻ പറ്റുക. 6 മണിക്ക് ഇരിക്കണമെങ്കിൽ ഒരു 5:30 നമ്മൾ എഴുന്നേറ്റിരിക്കണം. ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റണം. ഓക്കെ, ആയിക്കോട്ടെ. ഒരു 6 തുടങ്ങി 7:30 വരെയും 8 തുടങ്ങി 9:30 വരെയും രാവിലെ ഒരു 3 മണിക്കൂർ നമുക്ക് കിട്ടും. ഞാനൊന്ന് ഫസ്റ്റ് 1.5 ഫിസിക്സ് എഴുതി, നെക്സ്റ്റ് 1.5 മാത്സ് എഴുതി. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കോമ്പിനേഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതെടുത്തോളൂ, യാതൊരു പ്രശ്നമില്ല. ഒരു 9:30 കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആകുക. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തിരക്ക് കാര്യങ്ങൾ, അതൊക്കെയായിട്ട് നമ്മളങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പം നിങ്ങൾ വെറുതെ ഒന്നും കൂടി വന്നിരിക്കുക പഠിക്കാനായിട്ടൊന്ന് റെഡിയാകുക. 11 തുടങ്ങി 12:30 വരെ. ഞാനിപ്പോൾ ഇവിടെ കെമിസ്ട്രി കൊടുത്തിട്ടുണ്ട്, സബ്ജക്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തോളൂ. 11 തുടങ്ങി 12:30 വരെ. ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളുടെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് ഫ്രീ ആയി ഉറങ്ങേണ്ടവർ ഉറങ്ങി, മൊബൈൽ എടുക്കേണ്ടവർ മൊബൈൽ എടുത്ത്, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ കാണാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു എടുത്തു. എങ്ങനെയായാലും നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങളുടെ സൗകര്യം നിങ്ങളത് സ്പെൻഡ് ചെയ്തോളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോൾ പിന്നെയും വന്നിരിക്കുക. 3 തുടങ്ങി ഒരു 5 മണി വരെ 2 മണിക്കൂറുണ്ട്. പക്ഷേ ഇരിക്കാൻ പറ്റും ആ സമയം. അതുകൊണ്ടാണ് ഞാനിവിടെ മാത്സ് എഴുതിയിട്ടത്. കാരണം മാത്സ് ആകുമ്പോൾ നമ്മളങ്ങ് ചെയ്ത് നമുക്കങ്ങ് ഇരിക്കാൻ പറ്റും. ഇനി മാത്സ് അല്ല ഓപ്ഷനെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? ബയോ പഠിക്കാൻ പറ്റും. മാത്സ് ഓപ്ഷൻ എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം നിങ്ങൾക്ക് എന്തിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും? ബയോ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതൊരു 7 to 8:30 ഞാനൊരു ബയോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇൻ കേസ് ഇനിയിപ്പോൾ സൈക്കോളജി ഓപ്ഷൻ ഉള്ളവരാണെങ്കിൽ ആ ടൈമിൽ എന്ത് പഠിക്കാം? സൈക്കോളജി പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളങ്ങ് മാറ്റിയെടുത്തോണം. ഞാനൊന്ന് റഫായിട്ട് ഞാനൊന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഫുഡടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് വന്നിട്ട് ഒരു 9:30 ആകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വരെ പഠിക്കാം? ഒരു 11 മണി വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ആ ടൈമിൽ ലാംഗ്വേജ് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് എടുത്തോളൂ. ഇനി ലാംഗ്വേജ് അത്രയും ടൈം നോക്കുന്നില്ല. ഈ ഡേ ടൈമിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പെൻഡിങ് വന്നു, ബാക്കി തീർക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ചാപ്റ്റർ നിങ്ങൾ തീർക്കാനായിട്ട് ഉദ്ദേശിച്ചു, അതിനകത്ത് ഒരു ചാപ്റ്റർ തീർന്നു, മറ്റേ ചാപ്റ്ററിൻ്റെ കുറേ കൂടി ഇനി തീർക്കാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് വരുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സമയം എടുത്തോളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് ബാക്കി ടൈം ലാംഗ്വേജിനായിട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് സമയം കിട്ടുമല്ലോ. വീക്ക് ഡേയ്സിൽ ഓൾറെഡി നമ്മളൊരു 6 hour സ്റ്റഡി പ്ലാൻ നമ്മൾ ഇട്ടിട്ടുണ്ട്, വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 4+2 എന്ന് വെച്ച് 6 hour നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈമിനകത്ത് നിങ്ങൾ ലാംഗ്വേജും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ അതിനകത്ത് ലാംഗ്വേജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും ഒരു റിവിഷൻ പ്ലാൻ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആ വീക്ക് ഡേയ്സിലും ഇവിടെ പെൻഡിങ് വരുന്ന ലാംഗ്വേജ് തീർക്കാനുള്ള സമയം കൂടി നിങ്ങൾ അതിനകത്ത് ഇട്ടോ. നോക്കിക്കേ, ഇവിടെ ആക്ച്വലി നമുക്കിപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജിയാണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജിയുടെ ഓപ്ഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വരുന്നവർക്ക് അതർ ഓപ്ഷൻ വരുന്നവരാണെങ്കിൽ, ബയോ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ വരും ഓപ്ഷൻ. ഇനി മാത്സ് തന്നെ വേണ്ടാത്തവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സൈക്കോളജി ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ടൈം നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. ഇനി എന്ത് തന്നെ ആയാലും നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. രാവിലെ ഒരു 3 hour, വൈകിട്ട് ഒരു 3 hour, അതിനുമുമ്പ് 3 to 5 or 2 hour,
11 to 12:30 എന്ന് പറയുമ്പോൾ ഒരു 1.5 hour. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എത്ര കിട്ടി? 3 3 6 2 8 1 1.5 9.5 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 9.5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി ഈ 9.5 നമുക്ക് ആരെയും കളഞ്ഞേക്കാം, 9 എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സാറ്റർഡേ സൺഡേ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 18 മണിക്കൂർ നമുക്ക് പഠിക്കാൻ കിട്ടത്തില്ലേ? അപ്പോൾ ഈ 18 മണിക്കൂർ നമ്മൾ പഠിക്കേണ്ട, ഇതിനകത്ത് ഒരു 4 മണിക്കൂർ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. കാരണം ട്യൂഷൻ അങ്ങനെയുള്ള തിരക്കുകളൊക്കെ കാണും നമുക്ക്. അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളവർ കാണും. അപ്പോൾ എങ്ങനെ വന്നാൽ നമുക്കൊരു 4 hours നമുക്ക് അതിൻ്റെ അകത്ത് കട്ട് ചെയ്യാം. ബാക്കി എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു 14 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടില്ലേ 2 ദിവസം? ഇനി അഥവാ ഇനി സ്കൂളിൽ ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ പോലും അത് ഉൾപ്പെടെ നമ്മൾ മാറ്റി വെച്ചാൽ എങ്ങനെ വന്നാലും നമുക്കൊരു 10 മണിക്കൂറെങ്കിലും നമുക്ക് പഠിക്കാൻ കിട്ടില്ലേ? ഈ ടൈം പോലെ നമുക്കൊരു ഓൺ എക്സാം തീർക്കാനായിട്ട്. ഇത് കൂടാതെയാണ് നമുക്ക് വീക്ക് ഡേയ്സ് കിട്ടുന്നതെന്ന് കൂടി ഓർത്തോണം. അപ്പോൾ ഇതുപോലൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് കൂളായിട്ട് നമുക്ക് ഓൺ എക്സാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്, എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും ഈ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങുന്ന ഓണം എക്സാമിന് എഴുതാനായിട്ട് പഠിക്കുക എന്നൊരു മൈൻഡ് സെറ്റോടു കൂടി പഠിക്കരുതും. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നെക്സ്റ്റ് മാർച്ച് നമ്മുടെ പബ്ലിക് എക്സാം ആയിരിക്കണം മൈൻഡിലുണ്ടാകേണ്ടത്. നിങ്ങൾ പബ്ലിക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തോളൂ. അതെന്തായാലും നിങ്ങൾക്കൊരു അസറ്റാണ്. അത് നിങ്ങളുടെ മൈൻഡിൽ കിടക്കും, പോകില്ല, മറന്നു പോകും. ഇപ്പോഴേ പഠിച്ചിട്ട് എന്താ പ്രയോജനം, പരീക്ഷയാകുമ്പോൾ ഒന്നും കൂടി പഠിച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. നിങ്ങൾ ഡീപ്പായിട്ട് ഇപ്പം പഠിച്ചാൽ ഉറപ്പായിട്ട് അത് നിങ്ങളുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിടപ്പുണ്ടാവും. നിങ്ങളത് പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും അത് നിങ്ങളുടെ മൈൻഡിലേക്ക് റിവൈൻഡ് ചെയ്ത് വന്നോളും, അത് ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പഠിച്ചു തുടങ്ങുക, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യരുതും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മാർച്ചിങ് എത്തും, നമ്മുടെ എക്സാമിങ് എത്തും. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ആയിക്കോട്ടെ. സബ്ജക്ട്സ് ഒക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്തോണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.